ആരോഗ്യമന്ത്രി വീണ ജോർജിന് മന്ത്രിയാകാൻ പോയിട്ട് ഒരു MLA ആയിരിക്കാൻ യോഗ്യതയില്ല എന്ന സത്യം വിളിച്ചു പറഞ്ഞ CPM നേതാവ് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. SFIയുടെ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന ജോൺസൺ ഒരു സത്യം പറഞ്ഞതിന് പാർട്ടി കോടതിയിൽ നിന്നും ഏൽക്കേണ്ടി വന്നത് വലിയ പീഡനമാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിൽ കിടത്തിയ ഒരു ആരോഗ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ പറയാതിരുന്നാൽ ഇനിയും പാവങ്ങൾക്ക് ജീവൻ നഷ്ടമാകും എന്നുള്ളത് കൊണ്ടാണ് ഒരു CPM നേതാവ് തന്നെ അത് തുറന്നു പറഞ്ഞത്. എന്നാൽ CPM ചെയ്തത് വീണ ജോർജിനെ തിരുത്തുന്നതിന് പകരം വിമർശനം ഉന്നയിച്ച ആളെ പീഡിപ്പിച്ചു. ആരോഗ്യം തകർത്ത ഒരു മന്ത്രിയെ കൊണ്ട് തന്നെ CPM വലിയ പണി വാങ്ങിക്കും എന്ന് ഉറപ്പിക്കുന്നതിനിടയിലാണ് ജോൺസൺ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് ഒരു പാവം സ്ത്രീ മരിച്ച അപകടത്തെ തുടർന്ന് മന്ത്രി വീണ ജോർജിനെ വിമർശിച്ചുകൊണ്ടാണ് ജോൺസൺ എന്ന CPM നേതാവ് പോസ്റ്റ് ഇട്ടത്. എന്നാൽ അത് പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നാണ് CPM കണ്ടെത്തിയത്. വിമർശനങ്ങളെ വരെ അസ്വസ്ഥതയോടെ കാണുന്ന CPM നേതൃത്വത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജോൺസൺ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗവും SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റുമായ PJ ജോൺസൺ കോൺഗ്രസിൽ ചേർന്നിരിക്കുമ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രാദേശിക പ്രശ്നത്തിൻ്റെ പേരിലല്ല ഇത് നടന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് പൂർണ്ണമായും കഴിവുകെട്ടതാണെന്നും ഭരണം പരാജയമാണെന്നും വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഒരു CPM നേതാവാണ്. CPM നേതാക്കൾ തന്നെ സർക്കാരിൻ്റെ പരാജയം സമ്മതിക്കുകയും പാർട്ടി വിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ചേരുകയും ചെയ്തത് മന്ത്രിമണ്ഡലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നതും അതോടൊപ്പം തന്നെ വീണ ജോർജ് എന്ന CPM മന്ത്രിയും വകുപ്പും പരാജയമായതിൻ്റെ ഒരു രക്തസാക്ഷിയായി ജോൺസൺ മാറുന്നതോടുകൂടി കേരളം ഒന്നടങ്കം ഇത് ഉയർത്തിക്കാട്ടുക തന്നെ ചെയ്യും. മന്ത്രി എന്നല്ല MLA ആയിരിക്കാൻ പോലും വീണ ജോർജിന് യോഗ്യതയില്ല എന്ന് എല്ലാം അറിയുന്ന ഒരു സുഹൃത്തും സഹപ്രവർത്തകനുമായ ഒരാൾ പറയുന്നതോടെ അത് 1000 പ്രതിപക്ഷ നേതാക്കൾ പറയുന്നതിനേക്കാളും മൂർച്ചയുള്ളതും വീണ ജോർജിൻ്റെ പരാജയം ഉറപ്പിക്കുന്നതുമാണ്. ഏതായാലും CPMൻ്റെ ഭരണപരാജയവും തകർച്ചയും മനസ്സിലാക്കി കോൺഗ്രസിലെത്തിയ ജോൺസൺ DCC അധ്യക്ഷനിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. അംഗത്വം സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിലെത്തിയ ജോൺസൺ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ന് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ അംഗത്വം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടാനും കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. ജയ് ഹിന്ദ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു പാർട്ടി മാറ്റം എന്നതിനപ്പുറം 2 പാർട്ടികളുടെ നന്മയും തിന്മയും വിലയിരുത്തുക കൂടി ചെയ്തിട്ടാണ് ഇവിടെ ജോൺസൺ പാർട്ടി മാറിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം.